ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 8ാം ക്ലാസ്സിന്റെ രണ്ടാമത്തെ പാഠമായ ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സ് എന്ന പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാഠവുമായി ബന്ധപ്പെട്ട് ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സ് എന്നുള്ളതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം ഇടുന്നതായിരിക്കും. ആ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക. അതിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹൗ ഇസ് ദ യങ്ങസ്റ്റ് ചൈൽഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റോറി? അപ്പോൾ ഇതൊരു ജാപ്പനീസ് ഫാമിലിയിൽ നടക്കുന്ന ഒരു കഥയാണ്. ഈ ഒരു ഫാമിലിയിൽ ധാരാളം കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളുടെ ഏറ്റവും ഇളയ കുട്ടിയെക്കുറിച്ച് ഈ പാഠത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ യങ്ങസ്റ്റ് ചൈൽഡ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ ക്ലവർ ബട്ട് വീക്ക് ബോയ് ഹു ലവ് ടു ഡ്രോ ക്യാറ്റ്സ്. അപ്പോൾ ഈ ഇളയ കുട്ടിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവൻ വളരെ ബുദ്ധിമാനായിരുന്നു, പക്ഷെ ശാരീരികമായിട്ട് അവൻ കുറച്ച് വീക്കായിരുന്നു. വലിയ ഒരു ശക്തിയുള്ള ആളൊന്നും ആയിരുന്നില്ല, പക്ഷെ വളരെ ബുദ്ധിമാനായ ഒരു കുട്ടിയായിരുന്നു ഈ ഇളയ കുട്ടി എന്ന് പറയുന്നത്. വൈ ഡിഡ് ദ പാരന്റ്സ് ടേക്ക് ദ ബോയ് ടു ദ പ്രീസ്റ്റ്? എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ പ്രീസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയത്? ദ പാരന്റ്സ് ടുക്ക് ദ ബോയ് ടു ദ പ്രീസ്റ്റ് ബിക്കോസ് ദേ തോട്ട് ഹി വാസ് മോർ സ്യൂട്ടഡ് ടു ബി എ പ്രീസ്റ്റ് ദാൻ എ ഫാർമർ. അപ്പോൾ ഒരു കർഷകനാവണമെങ്കിൽ നല്ല ആരോഗ്യം വേണം. ഈ കുട്ടിക്ക് വലിയ ആരോഗ്യമൊന്നുമില്ല, പക്ഷെ നല്ല ബുദ്ധിമാനാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവന് പറ്റുന്നൊരു ഒരു കാര്യമെന്ന് പറയുന്നത് അവനൊരു പ്രീസ്റ്റ് ആവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പേരൻസ് അവനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. അപ്പൊ അവൻ ഫിസിക്കലി വീക്ക് ആണെങ്കിലും അവൻ വളരെ ബുദ്ധിമാനായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവനെ ഒരു പ്രീസ്റ്റ് ആക്കാമെന്ന് വീട്ടുകാർ വിചാരിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം, ബട്ട് പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഡു യു തിങ്ക് ദ ഒപ്പീനിയൻ ഓഫ് ദ പ്രീസ്റ്റ് അബൌട്ട് ദ ബോയ് ഈസ് അപ്രോപ്രിയേറ്റ്? വൈ? അപ്പൊ അപ്രോപ്രിയേറ്റ് എന്ന് വെച്ചാൽ യോജിക്കുന്നതാണോ? അപ്പൊ ഇവിടെ പ്രീസ്റ്റ് പറയുന്നുണ്ട് ഇവന് ഇവിടെ ഒരു പ്രീസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു പ്രീസ്റ്റിന്റെ കീഴിൽ ഒരു അക്കാലൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവൻ പുസ്തകങ്ങളൊക്കെ പഠിക്കുന്നതിനേക്കാൾ കൂടുതലായി അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ചിത്രങ്ങൾ വരയ്ക്കാനാണ്. പൂച്ചയുടെ ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ളതായിരുന്നു അവന്റെ പ്രധാന പരിപാടി. അപ്പോൾ ഒരു ദിവസം ക്ഷമ കെട്ട് ഈ പ്രീസ്റ്റ് അവനോട് പറയുകയാണ്, ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോ, യു വിൽ നെവർ ബിക്കം എ പ്രീസ്റ്റ് ബട്ട് യു വിൽ ബിക്കം ആൻ ആർട്ടിസ്റ്റ്. നീ ഒരു ആർട്ടിസ്റ്റായി മാറും, പക്ഷെ ഒരു പ്രീസ്റ്റായി മാറാൻ കഴിയില്ല എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഉപദേശം ഇത് അപ്രോപ്രിയേറ്റ് ആണോ, യോജിക്കുന്നതാണോ, എന്തുകൊണ്ടെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. യെസ്, ദ പ്രീസ്റ്റ് ഒപ്പീനിയൻ അബൌട്ട് ദ ബോയ് ബിക്കമിങ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് വാസ് അപ്രോപ്രിയേറ്റ് ബിക്കോസ് ദ ബോയ് ഹാഡ് എ ടാലന്റ് ഫോർ ഡ്രോയിങ്. കാരണം ഇത് യോജിക്കുന്ന ഒരു അഭിപ്രായമാണ്, യോജിക്കുന്ന ഒരു ഉപദേശമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവന് ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ട്. ഹി ഹാസ് ഗുഡ് ടാലന്റ് ഇൻ ഡ്രോയിങ് വിച്ച് ലേറ്റർ പ്രൂവ് ടു ബി ഹിസ് പാത്ത് ടു ഫെയിം. പിന്നീട് ഈ കുട്ടി പ്രശസ്തനായി മാറുന്നത് ഈ ഒരു ചിത്രകാരനായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ വളരെ ശരിയാണ്. വാട്ട് വാസ് ദ അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ് ടു ദ ബോയ്? ഈ കുട്ടിക്ക് പോകാൻ നേരത്തെ ഈ കുട്ടിക്ക് കൊടുത്ത ഉപദേശം എന്താണ്? ദ പ്രീസ്റ്റ് അഡ്വൈസ് ദ ബോയ് ടു അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. അതായത് രാത്രി കാലത്ത് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് വലിയ സ്ഥലങ്ങളിൽ കിടന്നുറങ്ങരുത്, ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് കിടന്നുറങ്ങരുത്, ഏതെങ്കിലും ചെറിയൊരു സ്ഥലത്ത് കിടന്നുറങ്ങണം എന്നായിരുന്നു ഇദ്ദേഹം കൊടുത്ത ഉപദേശം. അഞ്ചാമത്തെ ചോദ്യം, വൈ ഡിഡ്ന്റ് ദ ബോയ് ഗോ ഹോം ആഫ്റ്റർ ഹി ലെഫ്റ്റ് ദ ടെമ്പിൾ? അപ്പൊ ഈ ടെമ്പിളിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം ഈ കുട്ടി എന്തുകൊണ്ടാണ് അവന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാതിരുന്നത്? അപ്പൊ വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവന്റെ ഫാദർ അവനെ വഴക്ക് പറയും. കാരണം അവൻ ഇങ്ങനെ ഒരു പ്രീസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ടുപോയി വിട്ടതാണ് ടെമ്പിളിൽ. അപ്പൊ അവിടെ ഉള്ള പ്രീസ്റ്റിനോട് അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണ് അവനെ അവിടുന്ന് പുറത്താക്കിയത് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവന് പണിഷ്മെന്റ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ദ ബോയ് ഡിഡ്ന്റ് ഗോ ഹോം ആഫ്റ്റർ ലീവിംഗ് ദ ടെമ്പിൾ ബിക്കോസ് ഹി ഫിയർഡ് ദ പണിഷ്മെന്റ് ഫ്രം ഹിസ് ഫാദർ ഫോർ ഡിസൊബേയിങ് ദ പ്രീസ്റ്റ്. അപ്പൊ പ്രീസ്റ്റിനെ അനുസരിക്കാതിരുന്നതിന് ശിക്ഷ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് അവൻ വീട്ടിൽ പോകാതിരുന്നത്. When the boy entered the temple, he did not see anyone. What could be the reason? അപ്പോൾ ഈ ടെമ്പിളിൽ ചെന്ന സമയത്ത് അവിടെ ആരെയും കാണുന്നില്ല, ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അതുപോലെ എല്ലായിടവും പൊടി പിടിച്ച് കിടക്കുകയാണ്. എന്തായിരിക്കും അതിന്റെ കാരണം? The temple was empty and dusty because it had been abandoned by the priest. കാരണം ഇത് ഉപേക്ഷിക്കപ്പെട്ട ഒരു ടെമ്പിൾ ആണ്. കാരണം അവിടെ ഒരു ഭീകര ജീവി താമസം തുടങ്ങിയിട്ടുണ്ട്. ഗോബ്ലിൻ എന്ന് പറയുന്ന ഒരു മോൺസ്റ്റർ അവിടെ താമസിക്കുന്നു. അല്ലെങ്കിൽ ഈ അമ്പലത്തിൽ അല്ലെങ്കിൽ ഈ ടെമ്പിളിൽ എപ്പോഴും ഉണ്ട്. അത് പ്രീസ്റ്റിനെ ഉപദ്രവിക്കുകയും അവരെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ആരും ഇല്ലാത്ത ഒരു ഒഴിഞ്ഞ ഒരു ടെമ്പിൾ ആയിരുന്നു അത്. ഏഴാമത്തെ ചോദ്യം, വൈ ഡിഡ് ഹി ചൂസ് എ സ്മോൾ പ്ലേസ് ടു സ്ലീപ്പ്? ഈ കുട്ടി പുതിയ ഒരു ടെമ്പിളിൽ ചെന്ന് അവിടെ അവൻ ഉറങ്ങുന്ന സമയത്ത് അവൻ പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് കിടന്നുറങ്ങാതെ ചെറിയൊരു ക്യാബിനറ്റിനുള്ളിൽ കയറി ഉറങ്ങാനുള്ള കാരണം എന്താണ്? ഹി ചൂസ് എ സ്മോൾ പ്ലേസ് ടു സ്ലീപ്പ് ബിക്കോസ് ഹി റിമെമ്പേർഡ് ദ പ്രീസ്റ്റ് അഡ്വൈസ് ടു അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്. കാരണം അവൻ ഈ പോകാൻ നേരത്ത് തൻ്റെ പ്രീസ്റ്റ് തന്നോട് പറഞ്ഞ ഉപദേശം അവന് പെട്ടെന്ന് ഓർമ്മ വന്നതുകൊണ്ടാണ് അവൻ വലിയ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് കിടന്നുറങ്ങാതെ ചെറിയൊരു ക്യാബിനറ്റിനുള്ളിൽ കിടന്ന് ഉറങ്ങിയത്.
എട്ടാമത്തെ ചോദ്യം, വേർ ഡിഡ് ദ ബോയ് ഫൈൻഡ് എ സേഫ് പ്ലേസ് ടു സ്ലീപ്പ് ഓൺ? അപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് അവൻ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തിയത് ഏതാണ്? ദ ബോയ് ഫൗണ്ട് എ സേഫ് പ്ലേസ് ടു സ്ലീപ്പ് ഇൻ എ സ്മോൾ ക്യാബിനറ്റ്. അപ്പോൾ ചെറിയൊരു ക്യാബിനറ്റ് ഉണ്ടായിരുന്നു, ഒരു സൈഡിലേക്ക് തുറക്കുന്ന ഒരു ഡോറൊക്കെ ആയിട്ട്, സ്ലൈഡിംഗ് ഡോർ ഇൻസൈഡ് ദ ടെമ്പിൾ. അപ്പോൾ അവൻ ആ സ്ലൈഡിംഗ് ഡോർ തുറന്ന് അതിനുള്ളിലാണ് കിടന്നുറങ്ങിയത്. വാട്ട് വാസ് എ ഡ്രെഡ്ഫുൾ നോയ്സ് ദാറ്റ് ദ ബോയ് ഹേർഡ്? ഈ കുട്ടി രാത്രി ഞെട്ടി എഴുന്നേൽക്കുകയാണ്, വലിയ ശബ്ദം കേട്ടിട്ട്. എന്തായിരുന്നു ആ ശബ്ദം? ദ ഡ്രെഡ്ഫുൾ നോയ്സ് ദ ബോയ് ഹേർഡ് വാസ് ദ സൗണ്ട് ഓഫ് ഫൈറ്റിംഗ്. അല്ലെ, ഫൈറ്റ് ചെയ്യുന്ന ശബ്ദമാണ് കേട്ടത്. ആൻഡ് സ്ക്രീമിംഗ്, ഉറക്കെയുള്ള അലർച്ചകളും കേട്ടു. ലൈക്ലി കോസ്ഡ് ബൈ ദ ഗോബ്ലിൻ ദാറ്റ് ഹോണ്ടഡ് ദ ടെമ്പിൾ. അപ്പോൾ അത് ഉണ്ടാക്കിയത് ഈ ഒരു മോൺസ്റ്ററിന്റെ ശബ്ദമാണ്. മോൺസ്റ്ററാണ്, ആ ശബ്ദമാണ് അവൻ രാത്രി കേട്ട് ഞെട്ടി ഉണരുന്നത്. പത്താമത്തെ ചോദ്യം, ഹൗ ഡു യു തിങ്ക് ദ ഗോബ്ലിൻ റാറ്റ് വാസ് കിൽഡ്? ഇവിടെ ഈ മോൺസ്റ്റർ റാറ്റ് അല്ലെങ്കിൽ ഈ ഭൂതം എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ദ ഗോബ്ലിൻ റാറ്റ് വാസ് കിൽഡ് ബൈ കാറ്റ്സ് ദാറ്റ് ദ ബോയ് ഹാഡ് ഡ്രോൺ ഓൺ ദ സ്ക്രീൻസ് ഓഫ് ദ ടെമ്പിൾ. അപ്പോൾ ഈ കുട്ടി വരച്ച പൂച്ചകളാണ് ഈ ഗോബ്ലിൻ റാറ്റിനെ കൊന്നത്. ദെയർ മൗത്ത്സ് വെയർ ഫൗണ്ട് ബ്ലഡി ഇൻഡിക്കേറ്റിംഗ് ദേ അറ്റാക്ട് ആൻഡ് ഡിഫീറ്റഡ് ദ ഗോബ്ലിൻ. അപ്പോൾ അവരുടെ ഈ വരച്ച പൂച്ചകളുടെ ഒക്കെ വായിൽ നിന്ന് രക്തം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കി ഈ പൂച്ചകളാണ് ഈ ഗോബ്ലിൻ റാറ്റിനെ അറ്റാക്ക് ചെയ്തത്, കൊന്നത്. വാസ് ദ അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ് ഹെൽപ്ഫുൾ ടു ദ ബോയ്? ഈ പ്രീസ്റ്റ് കൊടുത്ത ഉപദേശം അവന് ഉപകാരപ്പെട്ടുവോ? എങ്ങനെ? യെസ്, ദ പ്രീസ്റ്റ് അഡ്വൈസ് വാസ് ഹെൽപ്ഫുൾ ടു ദ ബോയ് ബിക്കോസ് ഇറ്റ് ഇൻഡയറക്ട്ലി സേവ്ഡ് ഹിസ് ലൈഫ്. അത് അവന്റെ ജീവൻ രക്ഷിച്ചു. അല്ല, അവൻ ആ വാക്കുകൾ ഓർത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ പ്രീസ്റ്റിനെ അനുസരിച്ചത് കൊണ്ടാണ് അവന്റെ ജീവൻ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ അവനെ ഈ ഗോബ്ലിൻ റാറ്റ് കൊല്ലുമായിരുന്നു. ബൈ ചൂസിങ് ടു സ്ലീപ്പ് ഇൻ എ സ്മോൾ ക്യാബിനറ്റ് ഹി അവോയ്ഡഡ് ദ ഗോബ്ലിൻസ് റാത്ത്. അപ്പോൾ ഗോബ്ലിനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാന കാരണം അവൻ അവിടെ ആ ഹാളിൽ കിടന്ന് ഉറങ്ങാതെ പകരം ഈ ചെറിയൊരു ക്യാബിനറ്റിൽ കിടന്ന് ഉറങ്ങിയത് കൊണ്ടാണ് ഗോബ്ലിൻ റാറ്റ് അവനെ കാണാതിരുന്നത്. ആൻഡ് വിറ്റ്നസ്ഡ് ഹൗ ഹിസ് ഡ്രോയിങ്സ് ഓഫ് ക്യാറ്റ്സ് കെയിം ടു ലൈഫ് ടു പ്രൊട്ടക്ട് ഹിം. അതുപോലെ അവനെ പ്രൊട്ടക്ട് ചെയ്യാനായി ഈ അവൻ വരച്ച ചിത്രങ്ങളിലെ പൂച്ചകൾ രാത്രി സമയത്ത് ജീവൻ വെക്കുകയും ഈ മോൺസ്റ്റർ റാറ്റിനെ കൊല്ലുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇതിൻ്റെ മറ്റ് ആക്ടിവിറ്റീസ് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.